ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഏറ്റവും ലാസ്റ്റായിരിക്കും വീഡിയോ ഇടുന്നതെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഞാൻ കുറേ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. നോമ്പിനൊക്കെ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഇത് സത്യത്തിൽ ഇടാൻ മറന്നു പോയതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടപ്പോൾ എന്തായാലും ഇതൊന്ന് ഇടാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഏതായാലും ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ആയില്ലേ, അപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ കുറേ ആയിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കാത്തവർക്ക് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കാത്തവർ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കുമാണ്. അത് മാത്രമല്ല വളരെ സിമ്പിളായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ച് എടുത്താൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കും കൂടിയാണ്. മറ്റുള്ള കേക്കിൻ്റെ പോലെ ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ കേക്ക് ഇതുവരെ ഒരിക്കൽ പോലും ഉണ്ടാക്കാത്തവർക്കും അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എടുക്കാൻ നോക്കുക, അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ആദ്യം കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം നമുക്കുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓവൻ സെറ്റപ്പ് അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ റിങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഉള്ളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് അതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണികളൊക്കെ ഒന്ന് സിമ്പിളായിട്ട് തോന്നും കേട്ടോ. മാത്രമല്ല നമ്മളിത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം വെക്കുന്നത് നല്ലതല്ല, പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഫ്ലോർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ മൈദ ഫ്ലോർ എടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് ഒരു കപ്പിൽ 250 ml കപ്പിൽ കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒരരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുക. ഇങ്ങനെ തരിച്ചെടുക്കുമ്പോൾ ഒരു 2-3 വട്ടം തരിച്ചെടുത്താൽ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 3 മുട്ട മതിയാവും. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ പോയിട്ടുള്ള മുട്ടയായിരിക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു മുട്ടയിലോട്ട് 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരിക. ഇത് മിക്സിയിൽ ഒരു 30 സെക്കൻഡൊക്കെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഇനി നിങ്ങൾ മിക്സി ചൂടാവുന്ന മിക്സിയാണ് എന്നുണ്ടെങ്കിൽ ഓൺ ഓഫ് എന്ന രീതിയിൽ പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരം മിക്സി ഓണാക്കിയിട്ട് മിക്സി ചൂടാക്കിയിട്ട് എടുക്കരുത്. അങ്ങനെ ഞാനിവിടെ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ പൊടിച്ച ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ പൊടിക്കാത്ത ഷുഗറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. ഞാനിപ്പോൾ പൊടിച്ചതായതുകൊണ്ട് തന്നെ 1 കപ്പ് കറക്റ്റ് അളവിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് തന്നെ നന്നായിട്ടൊന്ന് പതപ്പിച്ച് അടിച്ചെടുത്ത് വരിക. ഇനി ഇതിലോട്ട് ലാസ്റ്റിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ഒരുപാട് നേരം പതപ്പിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ആദ്യം ചെയ്ത പോലെ നന്നായിട്ട് മിക്സി അടിച്ചെടുത്തതുപോലെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാനതൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് തുടച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ആ തരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരുപാട് ഇളക്കി കൊടുക്കാതെ പതുക്കെ ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ
കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റിൽ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് ഒന്നും വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇതുപോലെ ഈ ഒരു വിനാഗിരിൽ ഇട്ടിട്ട് ലാസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ആ വിനാഗിരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു കേക്ക് പാന് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓവൻ സെറ്റപ്പ് ഇവിടെ അടുപ്പത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പാനിൽ ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ കേക്ക് പാന് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളുള്ളതുകൊണ്ട് തന്നെ അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് അലൂമിനിയം ഫോയിൽ കൊണ്ട് അത് കവർ ചെയ്ത് വെക്കലുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളൂ. കാരണം അതിൻ്റെ എയർ ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. ഇനി ഇത് സിമ്മിലിട്ടിട്ട് ഒരു 25-30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്കൊന്നും ഇത് തുറന്ന് നോക്കരുത് കേട്ടോ, കാരണം കേക്ക് പൊങ്ങി വരില്ല. എന്നിട്ട് ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ബേക്ക് ആയിട്ടുണ്ടോ നോക്കിയിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റും കൂടി അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. കേക്കൊന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ മെയിനായിട്ടുള്ള ആ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ ക്രീം എടുത്താലും മതി. അപ്പോൾ അത് ഒരു ജഗ്ഗിലോട്ടോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിന് എന്താണോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് 3ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അല്ലാത്ത രീതിയിലും ക്രീം തയ്യാറാക്കി എടുക്കാം. ഇനി നിങ്ങൾ ഇതിൽ ഷുഗറൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത്ര മധുരം പോരാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ അതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ക്രീം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കേക്കിലോട്ട് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് റൗണ്ടിലുള്ള പാനാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വിപ്പിംഗ് ക്രീമും എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റിൽ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മെയിനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ റൗണ്ടിലുള്ള ഒരു കേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാന് വേണം. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗിയിലും ആ ഒരു സെറ്റപ്പിലൊക്കെ ഈ ഒരു മിൽക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുള്ള പാനിൽ കറക്റ്റ് അല്ല കേട്ടോ, കാരണം കുറച്ച് വലിയ പാനാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. വേറെ എൻ്റെ കയ്യിലുള്ള റൗണ്ടിലുള്ള ഒരു പാത്രമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വിപ്പിംഗ് ക്രീം എൻ്റെ കയ്യിലിപ്പോൾ ഇത്രയും വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് കേട്ടോ. എങ്കിലും അതിനനുസരിച്ച് ഞാൻ കേക്ക് സെറ്റാക്കിയിട്ട് എടുക്കും. അതുപോലെ തന്നെ നിങ്ങളും എടുക്കുക. അങ്ങനെ ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ കേക്കൊക്കെ ഒന്ന് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു മിൽക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ട് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിയിൽ അടിച്ചെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു കേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ റൗണ്ടിലുള്ള പാത്രത്തിൻ്റെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് ആ ഒരു മുകൾ ഭാഗത്ത് കറക്റ്റായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്, എങ്കിലും ഞാനൊരു വീഡിയോ ചെയ്യുകയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സെയിൽ ചെയ്യാൻ അല്ലാത്തതോ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മുകൾ ഭാഗം പൊങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു കേക്ക് പാന് ഈ ഒരു ഞാൻ തയ്യാറാക്കിയിട്ടുള്ള കേക്കും കുറേ ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ. ഇത്ര ഗ്യാപ്പൊന്നും ആവശ്യമില്ല, കുറച്ച് ഗ്യാപ്പ് മതി. കാരണം അത്രയും ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു റൗണ്ടിലുള്ള പാത്രം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനും മുകളിൽ വരെ എത്താൻ മാത്രം വിപ്പിംഗ് ക്രീം ഇല്ലായിരുന്നു. ഞാൻ മുകൾ ഭാഗം തട്ടിച്ചിട്ട് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മുകൾ ഭാഗം തട്ടിച്ചിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മളെ ആ ഒരു മിൽക്ക് കേക്കിൻ്റെ ആ ഒരു ഭംഗിയിലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ വീട്ടിൽ കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി ആ ഒരു കേക്കിൻ്റെ മുകളിൽ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോളിട്ട് കൊടുക്കുക, കുത്തി എല്ലാ ഭാഗവും ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ക്രീം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് അബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക, 1/4 ഭാഗം മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് താഴ്ന്നു പോകുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 1/4 ഭാഗവും അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി താഴെ ആ ഒരു ക്രീം നിൽക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് അബ്സോർവ് ആവണമെന്ന് വരെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ക്രീമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ലാസ്റ്റത്തെ നമ്മുടെ ആ ഒരു വിപ്പിംഗ് ക്രീമും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടാട്ടോ ഒരുപാട് ലോങ് ആയിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. പണിയൊക്കെ പെട്ടെന്ന് തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കലും ഫില്ല് ചെയ്യലൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. ഇതിപ്പോൾ ഞാൻ ആരെങ്കിലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ആ ഒരു ഗ്യാപ്പിലൂടെയും എല്ലാം മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക, എല്ലാ ഭാഗവും ഒരേ ലെവലിലാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കേക്ക് പാനിൻ്റെ മുകൾ ഭാഗം വരെ ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് മേലെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ സിമ്പിളായിരിക്കും കേട്ടോ. ഒറ്റ രീതിയിൽ ഇങ്ങനെ വടിച്ചെടുത്താൽ മതി. ഇപ്പോൾ എൻ്റേത് ഉൾഭാഗം ഞാൻ പറഞ്ഞല്ലോ മുകൾ വരെ വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇതിങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ. എന്നിട്ട് ലാസ്റ്റിൽ അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള വിപ്പിംഗ് ക്രീമൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സ്ട്രോബെറി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ബ്ലൂബെറി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, എങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്ട്രോബെറിയേ ഉള്ളൂ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്യാനുള്ള ഒരു ലൈന് വരച്ചു കൊടുക്കുക. ആ ലൈന് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. പിന്നെ കട്ട് ചെയ്യാൻ എക്സ്പേർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈന് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വലിയ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ലൈന് വരച്ചിട്ടാണ് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചത്. കട്ട് ചെയ്ത് എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ആ ഒരു കട്ടിങ്ങിൻ്റെ ഓരോ ഭാഗത്തായിട്ട് സ്ട്രോബെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഒരു ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തവർ ഒരുപാടുണ്ടാവും. അപ്പോൾ ചെയ്യാത്തവരും കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുത്ത് കഴിച്ചു നോക്കാം.
അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ഫോർക്കോ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെല്ലെ പൊന്തിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ക്രീം ഒഴിച്ച് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ മക്കളൊക്കെ കാത്ത് നിൽക്കുകയാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കാം. ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഇത് കഴിക്കാൻ അതിലേറെ ആഗ്രഹം ഉണ്ടാവും കാണുന്നവർക്കൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ ഇനിയിപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മറക്കാതെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. എങ്കിലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു മിൽക്ക് കേക്കിൻ്റെ പകുതിയൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ സൂവിൽ പോയപ്പോൾ ഞാൻ മിൽക്ക് കേക്ക് കാറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് റെൻകാക്ക സത്യത്തിൽ ശരിക്കും ഒന്ന് കഴിക്കുന്നത്. നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നോമ്പിൻ്റെയൊക്കെ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇടാൻ വൈകി പോയതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ.